ഹായ് ഗൈസ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അവധിയാണ് ആൾറെഡി. ആൻഡ് കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 റിലീസായിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ രാവിലെ 6:30-ക്കായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഷോ, അതായത് ഒരു റെഗുലർ ഷോ ടൈമിങ്ങുകൾക്ക് മുന്നേ ഒരു സ്പെഷ്യൽ ഷോ കണ്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുന്നത് ഒരു പക്ഷേ എമ്പുരാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴായിരിക്കും. എന്നാൽ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഭയങ്കര എക്സ്ട്രീം സന്തോഷത്തോടു കൂടി തല ഉയർത്തി അഭിമാനത്തോടെ ഈ വർഷം വന്നിട്ടുള്ളത് കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 കണ്ടിട്ട് തന്നെയാണ്. അത്രയ്ക്കും കിട്ടില്ലം പടം. ആദ്യം തന്നെ പറയട്ടെ, ഹാറ്റ്സ് ഓഫ് ടു ഋഷഭ് ഷെട്ടി. ഈ സിനിമ റിട്ടൺ ഡയറക്റ്റഡ് ബൈ, അതേപോലെ ഇതിലെ മെയിൻ ആക്ടർ അല്ലെങ്കിൽ മെയിൻ അഭിനേതാവ് എന്ന് പറയുന്നത് കാന്താര പോലെ തന്നെ ഋഷഭ് ഷെട്ടിയാണ്. പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ. ആൻഡ് പുള്ളിയുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സിനിമയിൽ പുള്ളി കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ പുനീത് രാജ്കുമാറിനാണ്. ആൾ മരിച്ചുപോയി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുനീതാണ് ആളോട് പറഞ്ഞത് നിങ്ങൾ തന്നെ ഇതിൽ അഭിനയിക്കണം എന്ന്. ആ ഒരു ഡിസിഷൻ വാസ് വെരി ആപ്റ്റ് ആൻഡ് വെരി റൈറ്റ്. അത് കാന്താരയിൽ നമ്മൾ കണ്ടതാണ്. കാന്താരയിൽ എന്താ പറയുക, ഒരു അവസാനത്തെ 10-20 മിനിറ്റിലേക്കാണ് പടം എലിവേറ്റ് ആവുന്നതെങ്കിൽ ഈ സിനിമയിൽ ത്രൂ ഔട്ട് അവർ എലിവേഷൻ തന്നിട്ട് ഭയങ്കര, അതായത് നമ്മളെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിനേക്കാൾ എന്തുകൊണ്ടും മേളിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമയുടെ ലെവൽ നമുക്ക് ഊഹിക്കാം. കാരണം കാന്താര പോലെ ഒരു സിനിമ കണ്ടതിന് ശേഷം നമുക്കുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു തിയേറ്റർ അനുഭവം, ഒരു ഗൂസ്ബം മൊമെന്റ് ഉണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യുക സെക്കൻഡ് പാർട്ടിലൂടെ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ദിസ് ഫിലിം ടോക്കിംഗ് അബൌട്ട് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 ഇന്ന് റിലീസായ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു പ്രീക്വലാണ്. ഫസ്റ്റ് നമ്മൾ കണ്ട കാന്താരയുടെ പ്രീക്വലാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം കാന്താരയിൽ അവസാനം ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ സ്ഥലത്തെ നമ്മൾ ഇതിൽ കാന്താര എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാന്താരയിൽ അത് എന്താണ് കാന്താര, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് എന്നുള്ളൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ഈ ഇന്നിപ്പം റിലീസായിട്ടുള്ള ചാപ്റ്റർ 1. അപ്പോൾ അത് എത്ര കൺവിൻസിങ് ആക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ആലോചിക്കുന്ന, ഋഷഭ് ഷെട്ടി നിങ്ങളെപ്പോലെ ഒരു ഐറ്റം ഒക്കെ ചിലപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉണ്ടാവും. കാരണം ക്യാമറയുടെ പിന്നിലും ക്യാമറയുടെ മുന്നിലും ഒരേ സമയം നിന്ന് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ആക്ട് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ഡയറക്റ്റ് ചെയ്യുക, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്യുക, ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതിനോടൊപ്പം പുള്ളിയുടെ ടീം, അതായത് ഇതിൻ്റെ VFX ചെയ്തിട്ടുള്ള റെഡ് ചില്ലീസ് ടീം, ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ആൾ, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള രജനീഷ്. നമുക്കറിയാം ഫസ്റ്റിൽ ആ പാട്ടും കാര്യങ്ങളൊക്കെ, സെക്കൻഡിലേക്ക് വരുമ്പോൾ യാതൊരു കുറവും വരുത്തുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർ, കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളവർ, ഇതിൻ്റെ ഫോറസ്റ്റിലൊക്കെ ഓരോ സീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന രീതിയുണ്ട്. ഒന്നും പറയാനില്ല, ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ്. നമ്മൾ കാന്താര 1 നമുക്ക് ഒരു തീപ്പൊരി അല്ലെങ്കിൽ ഒരു തീക്കനൽ എന്നൊക്കെ പറയാം. കാരണം ടുവേർഡ്സ് ദി എൻഡ്, ആദ്യത്തെ സിനിമയിൽ ടുവേർഡ്സ് ദി എൻഡാണ് സിനിമ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ഒരു ഹൈ ലെവലിലേക്ക് പോകുന്നതെങ്കിൽ ഇതൊരു എന്താ പറയുക, ആളിപ്പടരുന്ന തീ ഗോളം, അതായത് ഫുൾ കത്തി പടരുന്ന ഒരു സിനിമയാണ് കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1. അതായത് തുടങ്ങുമ്പം, ടു ബി ഓണസ്റ്റ്, തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ഈ കന്നഡ കോമഡീസ് ആയിരിക്കും. ഒരു പക്ഷേ ഡബ് ചെയ്തുകൊണ്ട് കുറച്ച് ബോർ അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന പോലെ ക്രിഞ്ച് കോമഡീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നൊരു സിനിമ ഒരു ടുവേർഡ്സ് ദി ഫസ്റ്റ് ഹാഫ് എൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ വേറെ റേഞ്ചിലേക്ക് എലിവേറ്റ് ചെയ്ത് അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം, കൊടൂരമായ രീതിയിലേക്ക് പടം ഇങ്ങനെ പോവാണ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ പറയട്ടെ, അവസാനത്തെ ഒരു 30 മിനിറ്റ് ഉണ്ട്, അത് എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് രോമ എണീറ്റ് നിൽക്കുന്നു പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് കോരിത്തരിപ്പിക്കുന്നു. അതായത് നല്ല ക്രൗഡൊക്കെ ഉള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. കാരണം അത്രയ്ക്ക് വിഷ്വലി അപ്പീലിംഗ് ആണ്, അത്രയ്ക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫിലെ കത്തിക്കലും ടുവേർഡ്സ് ദി എൻഡിലേക്കുള്ള ആ ഒരു 30 മിനിറ്റിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എണീറ്റ് നിന്ന് കൈയടിച്ചു. അമ്മാതിരി പെർഫോമൻസ്. നമുക്കറിയാം ഋഷഭ് ഷെട്ടിയുടെ മറ്റേ ഗുളികം വരുമ്പോൾ ഉള്ളൊരു സീനുണ്ട് ഫസ്റ്റിൽ, അതിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിൽ ചെയ്തു വെച്ചേക്കുന്നതാണ്. എൻ്റെ പൊന്നെ കളർ ഗ്രേഡിങ്, അതേപോലെ ഇതിൻ്റെ അകത്ത് മേക്കപ്പ്, ഇതിൻ്റെ അകത്ത് പെർഫോമൻസ്, ഇതിൽ ശരിക്കും സെക്കൻഡ് ഹാഫിൽ എനിക്ക് യാതൊരു നെഗറ്റീവും പറയാനില്ല. 2 മണിക്കൂർ 48 മിനിറ്റാണ് ഈ സിനിമയുള്ളത്. ഇത്രയും സമയം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് അതായത് ഈ നമ്മൾ തെയ്യമൊക്കെ കാണാൻ നാട്ടിലൊക്കെ പോകുമ്പം ചില ആൾക്കാർ ഇത് കാണുമ്പോൾ ഇതിനോട് ആ ഒരു റെസണൻസ്, ആ ഒരു റെസണൻസിൽ വന്നിട്ട് ആൾക്കാർ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ചിലർക്കെങ്കിലും ഈ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അഭിനയിച്ച് വെച്ചേക്കുകയാണ്.
പുള്ളിക്ക് ഇതിനും ഈ നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി വർക്കാണ്, സീരിയസ്ലി അമ്മാതിരി വർക്കാണ്. പിന്നെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ഇതിനെല്ലാം നടിയുടെ കേസ്, നടിയുടെ പേര് രുക്മിണി എന്ന് പറയുന്ന നടി വളരെ നന്നായിട്ട്, അതായത് ഋഷഭ് ഷെട്ടിയെ പോലെ ഒരാൾ തകർത്തങ്ങോട്ട് പെർഫോം ചെയ്യുമ്പോൾ അയാളോട് കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ പുള്ളിക്കാരിയും പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ആ ഒരു ഓറയും അതൊക്കെ ഭയങ്കര രസമുണ്ട്, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ സ്വന്തം മേട്ടൻ, നമ്മുടെ ജയറാമേട്ടൻ. കുറേ നാളുകൾക്ക് ശേഷം ജയറാമേട്ടന് ഒരു കിടിലൻ റോള് അന്യഭാഷാ സിനിമയിൽ ലഭിച്ചിരിക്കുകയാണ്. പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളിയിലെ ഒരു പെർഫോമറെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പണ്ട് നമുക്ക് ഒരുപാട് മലയാള സിനിമകൾ നല്ല രീതിയിൽ സംഭാവന ചെയ്തിട്ടുള്ള പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതും പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ല സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ, നല്ല രീതിയിൽ. അതേപോലെ പുള്ളിയുടെ മോനായിട്ട് അഭിനയിച്ച് രാജാവായിട്ട് വരുന്നൊരു പുള്ളിയുണ്ട്, എനിക്ക് പേരറിയില്ല. ഇതൊക്കെ കന്നഡ ആക്ടേഴ്സാണ് മെയിൻലി. ആളും ഒരു കോമിക് ക്യാരക്ടർ പോലത്തെ ഒരാളാണ്. പക്ഷേ പുള്ളി വളരെ നല്ല രീതിയിൽ, അതായത് ഒരു മണഗുണാഞ്ചൻ രാജാവ് എങ്ങനെയായിരിക്കും ആ രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയും ഇത് കണക്ക് അധികാരത്തിൻ്റെ ഒരു ഗർവ് കാണിക്കുന്ന സീക്വൻസിൽ ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സൈഡ് റോളിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ഈ പറഞ്ഞ കോസ്റ്റ്യൂം സൈഡും, പിന്നെ ഇതിൻ്റെ ടുവേഴ്സ് ദ എൻഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ BGM, പിന്നെ ഇതിൻ്റെ ഒരു VFX പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ആൻഡ് ആ സാധനങ്ങളൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് എന്താ പറയുക, നമ്മളെ എണ്ണീറ്റ് നിന്ന് നമ്മളെ അങ്ങോട്ട് ഹൈപ്പറാക്കുക, നമ്മളെ ആ വൈബ്രേഷനിലേക്ക്, ആ ഒരു റെസണൻസിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അന്യായം. ആൻഡ് ടുവേഴ്സ് ദി എൻഡ് നമുക്ക് ഈ സിനിമ ഇനിയും നിഗൂഢതകൾ തീരുന്നില്ല, ഇതിൻ്റെ പിന്നിൽ ഇനിയും കഥകളുണ്ട്, അടുത്ത പ്രീക്വലിലേക്ക് നമുക്ക് കാത്തിരിക്കാം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അടുത്ത പാർട്ട് എടുക്കാനുള്ള ഒരു എന്താ പറയുക, അടുത്ത പാർട്ടിലേക്കുള്ള ഒരു നീതി ഇത് പുലർത്തിയിട്ട് തന്നെയാണ് സിനിമ തീരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് കൂടുകയും ആൻറ്റിസിപ്പേഷനും അതേപോലെ ഹൈപ്പൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഋഷഭ് ഷെട്ടി വെറുതെ ഈ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നല്ലൊരു സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്ത് നല്ല പോലെ തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. അമ്മാതിരി ഫ്രെയിംസും അമ്മാതിരി വിഷ്വൽ ക്വാളിറ്റി എല്ലാം ഈ സിനിമയ്ക്കുണ്ട്. അടിപൊളിയാണ്. നമ്മളെ കന്നഡ ഇൻഡസ്ട്രി, ഷെട്ടി ഫാമിലി വൺസ് അഗെയിൻ കന്നഡ ഇൻഡസ്ട്രിയിൽ തങ്ങളുടെ ഹോൾഡ് എന്താണ്, തങ്ങളുടെ പവർ എന്താണ്, തങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒന്നും കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം KGF പോലെ, ഇപ്പം കാന്താരയ്ക്ക് ശേഷം കാന്താര ദ ചാപ്റ്റർ 1 ലെജൻഡ്, അങ്ങനത്തെ നല്ല നല്ല ഭയങ്കര സിനിമകൾ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഒരു പൊന്തൂവലായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അടിപൊളി സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ അതേപോലെ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ, തെയ്യം വരുമല്ലോ, നമ്മുടെ മറ്റേ ഫസ്റ്റ് പാർട്ടിലെ തെയ്യമായിട്ട് ഋഷഭ് ഷെട്ടി തന്നെയാണ് അത് കെട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിലേക്ക് വരുമ്പം ആ തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂം അത് ചെയ്തേക്കുന്ന വേറൊരാൾ. അപ്പോൾ ഋഷഭ് ഷെട്ടിയുടെ ഒരു ഓറ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ദൈവീകത എന്താണെന്നൊക്കെ ഉള്ളത് ഈ ഇപ്പോഴത്തെ തെയ്യത്തിനെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കഴിഞ്ഞതിൽ പുള്ളി ചെയ്തു വെച്ചേക്കുന്ന സംഭവങ്ങൾ. അതുപോലെ ആ ഗുളികനായിട്ട് പുള്ളി അല്ലാതെ വേറെ ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു അലർച്ചയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഭയങ്കരം. അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ ബെഞ്ച് മാർക്ക് ചെയ്ത് ചിലർക്ക് വേണ്ടി മീറ്റർ ചെയ്തേക്കുന്ന ഒരു റോളായിരിക്കും. ഇപ്പോൾ ലോകയിലെ ടൊവിനോയൊക്കെ പോലെ. അപ്പോൾ ഇതും പുള്ളിക്ക് വേണ്ടി ബെഞ്ച് മാർക്ക് ചെയ്യപ്പെട്ട, പുള്ളി ചെയ്യേണ്ട തന്നെ ക്യാരക്ടറായിരുന്നു, പുള്ളിക്ക് കിട്ടി. പുള്ളി നല്ല രീതിയിൽ ചെയ്യുകയും നല്ലൊരു സിനിമ നമുക്ക് സമ്മാനിക്കുകയും ചെയ്തു. വെക്കേഷനൊക്കെയാണ്, ലോങ് വീക്കെൻഡൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നാളെ വർക്കിംഗ്, അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ധൈര്യമായിട്ടൊരു വിഷ്വലി അപ്പീലിംഗ് സാധനം തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് കാന്താര ദി ലെജൻഡ് 1 ചാപ്റ്റർ 1 ദ ലെജൻഡ്. ധൈര്യമായിട്ട് പോയി കാണൂ. എല്ലാവരും കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം നമ്മളിത് കണ്ട് ഫസ്റ്റ് തന്നെ വീഡിയോസ് ഇടുന്നത് നമുക്ക് സപ്പോർട്ട് കിട്ടാനാണ്. ഈക്വലി സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഈ സിനിമയെ പറ്റി എനിക്ക് വളരെ പോസിറ്റീവ് അഭിപ്രായമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.